പാലക്കാട് മണ്ണുത്തി ദേശീയപാതയിൽ കാറും യാത്രക്കാരെയും തട്ടിക്കൊണ്ടുപോയ കേസിൽ സംഘം സഞ്ചരിച്ച ഇന്നോവ കാറുകൾ കണ്ടെത്തി. തൃശൂരിൽ നിന്നാണ് കാറുകൾ കണ്ടെത്തിയത്. വടക്കഞ്ചേരി പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തൃശൂർ കുന്നംകുളം ഭാഗത്തു നിന്നും കാർ കണ്ടെത്തിയത്. പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് എന്നും ഉടൻ പിടിയിലാകുമെന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ നീരിപ്പാറയിൽ വെച്ച് കാർ തടഞ്ഞ് കാറിലുണ്ടായ 2 പേരെയും കാറും സംഘം തട്ടിക്കൊണ്ടുപോയത്. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായുള്ളത്. പ്രസാദ്, എന്തെല്ലാമാണ് നിലവിൽ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ലാൽകൃഷ്ണ, ഈ സംഭവത്തിൽ പ്രതികളെ കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിൽ കാറുകൾ ഇന്നലെ രാത്രി കുന്നംകുളത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഈ പ്രതികൾക്ക് കുഴൽപ്പണ ഇടപാടുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അത്തരത്തിൽ കുഴൽപ്പണം കടത്തുന്നുണ്ട് എന്ന സംശയത്തെ തുടർന്ന് ഈ കാറും യാത്രക്കാരെയും തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. എന്നാൽ ഈ മിസ്സിംഗ് ആയ യാത്രക്കാരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ ഇവരെ പിടികൂടുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് പ്രതികളെക്കുറിച്ചും ഈ യാത്രക്കാരെ കുറിച്ചും കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നോ നാളെയോ ഇവരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് പങ്കുവെക്കുന്നത്. പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നിലവിൽ നൽകുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും തരത്തിൽ പ്രതികളിലേക്ക് എത്തുന്ന സൂചനകളല്ലാതെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളോ മറ്റോ പോലീസിനുണ്ടോ പ്രസാദ്? കൃഷ്ണ, തുടക്കത്തിൽ തന്നെ ഇതിനകത്തൊരു പ്രധാന സംശയം എന്ന് പറയുന്നത്, അതായത് പാലക്കാട് മുമ്പ് നടന്ന ഇതിന് സമാനമായ കേസുകളുടെ ഒരു സ്വഭാവം, കുഴൽപ്പണം വലിയ തോതിൽ ഈ കടത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും എല്ലാം തന്നെ വലിയ തോതിൽ കടത്തുകയും പിന്നീട് പിടികൂടുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കുഴൽപ്പണം കടത്തുന്ന വാഹനങ്ങളെ പിന്തുടർന്ന് ഇത്തരത്തിൽ കൊള്ളസംഘങ്ങൾ അവർ പിടികൂടി ഈ പണം തട്ടിക്കൊണ്ടുപോയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് സമാനമായ ഒരു സംഭവം തന്നെയായിരുന്നു അന്ന് നീലിപ്പാറയിൽ നടന്നിട്ടുള്ളത്. ഒരു കാറ് പോകുന്നു, ആ കാറിനെ പിന്തുടർന്ന് 3 വാഹനങ്ങൾ എത്തുകയും അതിലെ യാത്രക്കാരെയും കാറും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിനകത്ത് പണമുണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മാഫിയകൾ പ്രവർത്തിച്ചതാകാം എന്നുള്ളതാണ് പോലീസിന് ആദ്യത്തെ നിഗമനം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ സൂചനകൾ തന്നെയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പ്രതികളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ പുറത്തുവിടാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം പ്രതികളിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടുകൂടിയാണത്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തിനകം തന്നെ ഇതിൽ പ്രതികളെ പിടികൂടുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കൃത്യമായി ആ മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്ന് നടക്കുന്ന നടപടികളുടെ ഭാഗമാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. പ്രതികളെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തൽക്കാലം പുറത്തുവിടുന്നില്ല. പ്രതികളിലേക്ക് കൃത്യമായി എത്തിയ ശേഷം തുടർ നടപടികൾ എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും തട്ടിക്കൊണ്ടുപോയ കാറുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർ അന്വേഷണം നടക്കുകയാണ് എന്ന വിവരമാണ് പ്രസാദ് ഉടുമ്പശ്ശേരി അറിയിക്കുന്നത്.